10 kilogram of tomatoes were bought for 270 rupees. Of this, 1 kilogram was spoiled. To get 20% profit, at what price a kilogram should the remaining be sold? അതായത് 10 കിലോ ടൊമാറ്റോസ് വാങ്ങി 270 റുപ്പീസിന് വാങ്ങിച്ചു. എന്നിട്ട് അതിൽ 1 കിലോഗ്രാം കേടായിപ്പോയി. ഈ ടൊമാറ്റോസ് 20% പ്രോഫിറ്റിൽ വിൽക്കണമെങ്കിൽ 1 കിലോഗ്രാമിന് എത്ര റേറ്റിന് വിൽക്കണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 20% പ്രോഫിറ്റാണ് വേണ്ടത്. പ്രോഫിറ്റ് എന്ന് വരുമ്പോൾ സെയിൽ പ്രൈസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് എന്ന് വരും. എത്രയാണ് പ്ലസ് വരേണ്ടത്? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 20% ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 20/100 ആണ്. സോ സെയിൽ പ്രൈസ് ഈസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 20/100. എത്രയായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ്? എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 270 റുപ്പീസിനാണല്ലോ വാങ്ങിച്ചത്. സോ ഹിയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് 270. സോ ദിസ് ബിക്കം 270 പ്ലസ് 270 ഇൻറ്റു 20/100. ഇവിടെ ന്യൂമറേറ്ററിലുള്ള ഈ 10യും ഡിനോമിനേറ്ററിലുള്ള ഈ 10യും ക്യാൻസൽ ചെയ്യാം. ഈ ന്യൂമറേറ്ററിലുള്ള 10യും ഡിനോമിനേറ്ററിലുള്ള 10യും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 27 ഇൻറ്റു 2 54 ആണ്. സോ ദിസ് ബിക്കം 270 പ്ലസ് 54, ദാറ്റ് ഈസ് 324 റുപ്പീസ്. അപ്പോൾ സെയിൽ പ്രൈസ് എത്രയാണ്? 324 റുപ്പീസ്. 20%ന് പ്രോഫിറ്റിൽ വിൽക്കണമെങ്കിൽ നമ്മൾ 324 റുപ്പീസിനാണ് ഇത് വിൽക്കേണ്ടത്. പക്ഷേ ഇത് പെർ പ്രൈസ് എ കിലോഗ്രാം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എത്ര കിലോഗ്രാം ടൊമാറ്റോസാണ് വിൽക്കുന്നത്? നമ്മൾ 10 കിലോഗ്രാം ആയിരുന്നു വാങ്ങിച്ചത്, പക്ഷേ 1 കിലോഗ്രാം സ്പോയിലായിപ്പോയി. സോ എമൗണ്ട് ഓഫ് ടൊമാറ്റോ സോൾഡ് ഈസ് ഈക്വൽ ടു 10 മൈനസ് 1, ദാറ്റ് ഈസ് 9. അപ്പോൾ ഈ 9 കിലോ എന്ന് പറയുന്നത് ഈ 9 കിലോഗ്രാമിൻ്റെയും സെയിൽ പ്രൈസാണ് 324, അല്ലെങ്കിൽ സെയിൽ പ്രൈസ് ഓഫ് 9 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 324. സെയിൽ പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഇതിൽ നിന്ന് കാണാമല്ലോ. അതിനു വേണ്ടി ഈ 9നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 9 ആകും. ദാറ്റ് ഈസ് സെയിൽ പ്രൈസ് ഓഫ് 1 കിലോഗ്രാം ഈസ് ഈക്വൽ ടു 324 ബൈ 9, ദാറ്റ് ഈസ് 36 റുപ്പീസ്. സോ ഈ ടൊമാറ്റോസ് 1 കിലോഗ്രാമിന് 36 റുപ്പീസ് എന്ന റേറ്റിന് വിൽക്കുമ്പോഴാണ് നമുക്ക് 20% പ്രോഫിറ്റ് കിട്ടുന്നത്. Shine sold 2 tables at 9,900 rupees each. He got 10% profit in one sale and 10% loss in other sale. Did the total sale result in a profit or loss? What percentage? അതായത് ഷൈന് 2 ടേബിൾസ് 9,900 റുപ്പീസിന് വിറ്റു. അതിൽ ഒരു ടേബിളിന് 10% പ്രോഫിറ്റും ഒരു ടേബിളിന് 10% ലോസുമാണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ സെയിലിൻ്റെ റിസൾട്ട് ഒരു പ്രോഫിറ്റാണോ ലോസാണോ എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് എന്നും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് ടേബിൾ 1ൻ്റെ കേസ് നോക്കാം. ഫസ്റ്റ് ടേബിളിൻ്റെ കേസ് നോക്കാം. ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് ഷൈൻ സോൾഡ് 2 tables at 9,900 റുപ്പീസ് ഈച്ച്. അതായത് ഓരോ ടേബിളിനും 9,900 റുപ്പീസ് എന്ന റേറ്റിലാണ് വിറ്റ റേറ്റ് സെയിൽ പ്രൈസാണ്. സോ സെയിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 9,900. ഫസ്റ്റ് ടേബിള് സെയിൽ ചെയ്തപ്പോൾ 10% പ്രോഫിറ്റാണുള്ളത്. സോ നമുക്കിവിടെ 10% പ്രോഫിറ്റ് എന്നും നോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിലെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഫസ്റ്റ് ടേബിൾ വാങ്ങാൻ എത്ര റേറ്റായി എന്ന് കണ്ടുപിടിക്കാം. ഇവിടെ 10% പ്രോഫിറ്റാണ് വന്നിട്ടുണ്ടെങ്കിൽ സെയിൽ പ്രൈസ് എത്രയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ആണ് വരിക. എത്രയാണ് പ്ലസ് വരുന്നത്? 10%. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 10% എത്രയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 10/100. സോ ഇവിടുത്തെ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 10/100. സെയിൽ പ്രൈസ് 9,900 റുപ്പീസാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് സെയിൽ പ്രൈസിന് പകരം 9,900 റുപ്പീസ് എന്ന് എഴുതാം. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റിന് പകരം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 1 എന്ന് എഴുതാം. കാരണം ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആ നമ്പർ തന്നെയാണ് വരുന്നത്. സോ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് പകരം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 1 എന്ന് എഴുതാം. സോ ദിസ് ബിക്കം 9,900 is equal to investment into 1
പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 10/100. ഈ രണ്ട് ടേംസിലും കോമൺ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്തെടുക്കുക. അപ്പോൾ ആദ്യത്തെ ടേമിൽ ബാക്കിയുള്ളത് 1ഉം നടുക്കുള്ള സൈന് പ്ലസ് ആണ്. പിന്നെ രണ്ടാമത്തെ ടേമിൽ ബാക്കിയുള്ളത് 10/100 ആണ്. സോ ദിസ് ബിക്കം 9,900 ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 1 പ്ലസ് 10/100. 1നെ നമുക്ക് 1/1 എന്ന് എഴുതാം. കാരണം ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലെങ്കിൽ ബൈ 1 ചെയ്താൽ ആ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. ആ നമ്പറിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. നമ്മൾ ഈ നമ്പറിനെ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ബൈ 1 ഇട്ട് കൊടുക്കുന്നത്. സോ ദിസ് ബിക്കം 9,900 ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 1/1 പ്ലസ് 10/100. ഇനി ഈ രണ്ട് ഫ്രാക്ഷൻസും കൂടി ആഡ് ചെയ്യാൻ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ ഫ്രാക്ഷൻസിൻ്റെ സമ്മ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, അതേപോലെ ഇത് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 9,900 ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100 പ്ലസ് 10/100. 100 പ്ലസ് 10 110 ആണ്. സോ ദിസ് ബിക്കം 9,900 ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 110/100. ഇതിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം. അതിനു വേണ്ടി ഈ ഇൻറ്റു 110നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ബൈ 110 ആകും. അതേപോലെ ബൈ 100നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 100 ആകും. സോ ദിസ് ബിക്കം 9,900 ഇൻറ്റു 100/110 ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. ന്യൂമറേറ്ററിലുള്ള 10യും ഡിനോമിനേറ്ററിലുള്ള 10യും ക്യാൻസൽ ചെയ്യാം. 990/11 90 ആണ്. 90 ഇൻറ്റു 100 9,000 ആണ്. സോ ദിസ് ബിക്കം 9,000 ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ടേബിളിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 9,000 ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ കോസ്റ്റ് പ്രൈസ് ഒന്നും പറയാം. സോ കോസ്റ്റ് പ്രൈസ് ഓഫ് ഫസ്റ്റ് ടേബിൾ ഈസ് ഈക്വൽ ടു 9,000 റുപ്പീസ്. ഇനി നമുക്ക് സെക്കൻഡ് ടേബിളിൻ്റെ കേസ് നോക്കാം. സെക്കൻഡ് ടേബിളിൻ്റെയും സെയിൽ പ്രൈസ് 9,900 റുപ്പീസാണ്. കാരണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഷൈൻ സോൾ 2 tables അറ്റ് 9,900 റുപ്പീസ് ഈച്ച്. ഓരോ ടേബിളിനും 9,900 റുപ്പീസ് എന്ന റേറ്റിലാണ് സോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോൾഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ സെയിൽ പ്രൈസാണ്. സോ സെയിൽ പ്രൈസ് എത്രയാണ്? 9,900 ആണ്. പിന്നെ സെക്കൻഡ് ടേബിൾ സെയിൽ ചെയ്തപ്പോൾ 10% ലോസാണ് വന്നിട്ടുള്ളത്. സോ നമുക്കത് ഇവിടെ നോട്ട് ചെയ്യാം. 10% ലോസാണ് വന്നിട്ടുള്ളത്. ഈ സെയിലിൽ ലോസാണ് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് എത്രയായിരിക്കും സെയിൽ പ്രൈസ്? സെയിൽ പ്രൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ആയിരിക്കും. എത്രയാണ് മൈനസ് വരുന്നത്? 10% ആണല്ലോ ലോസ്. സോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 10% ആണ് മൈനസ് വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് 10% എത്രയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 10/100 ആണ്. സോ ഇവിടെ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 10/100. സെയിൽസ് പ്രൈസ് എത്രയാണ്? 9,900 ആണ്. സോ നമുക്ക് സെയിൽ പ്രൈസിന് പകരം 9,900 എന്ന് കൊടുക്കാം. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിന് പകരം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 1 എന്ന് കൊടുക്കുക. കാരണം ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 1 എന്ന് എഴുതിയാലും ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. So this become 9,900 is equal to investment into 1 minus investment into 10/100. ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്തെടുക്കാം. ആദ്യത്തെ ടേമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്തെടുത്താൽ ബാക്കിയുള്ളത് 1 ആണ്. രണ്ടാമത്തെ ടേമിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്തെടുത്താൽ ബാക്കിയുള്ളത് 10/100 ആണ്. പിന്നെ നടുക്കുള്ള സൈന് മൈനസും ആണ്. സോ ദിസ് ബിക്കം 9,900 is equal to investment into 1 minus 10/100. ഇനി 1നെ കൂടി നമുക്ക് ഫ്രാക്ഷൻ ആക്കാം. അതിനു വേണ്ടി 1ൻ്റെ ബൈ 1 എന്ന് ഇട്ട് കൊടുക്കുക. കാരണം ഏതൊരു നമ്പറിനെയും ബൈ 1 ചെയ്താൽ അല്ലെങ്കിൽ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അതിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പോൾ ഈ 1നെ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബൈ 1 ഇട്ട് കൊടുക്കാം. സോ ദിസ് ബിക്കം 9,900 ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 1/1 മൈനസ് 10/100. ഇനി നമുക്ക് ചെറിയ ക്ലാസ്സിലൊക്കെ ഫ്രാക്ഷൻസിൻ്റെ സബ്ട്രാക്ഷനൊക്കെ ചെയ്ത പോലെ ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും സബ്ട്രാക്ഷൻ ചെയ്യാം. ദാറ്റ് ഈസ് 9,900 ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100 മൈനസ് 10/100. 100 മൈനസ് 10 90 ആണ്. സോ ദിസ് ബിക്കം 9,900 ഈസ് ഈക്വൽ ടു
ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 90/100. ഇത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക. അതിന് വേണ്ടി ഇൻറ്റു 90യെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 90 ആകും. ബൈ 100നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു 100 ആകും. സോ ദിസ് ബിക്കം 9,900 ഇൻറ്റു 100/90 ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. ന്യൂമറേറ്ററിലുള്ള ഒരു 0യും ഡിനോമിനേറ്ററിലുള്ള ഈ 10യും കൂടി ക്യാൻസൽ ചെയ്യാം. 990/9 110 ആണ്. 110 ഇൻറ്റു 100 11,000 ആണ്. സോ ദിസ് ബിക്കം 11,000 ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ടേബിൾ 2ൻ്റെ സെക്കൻഡ് ടേബിളിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് സെക്കൻഡ് ടേബിളിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 11,000 ആണ്. കോസ്റ്റ് പ്രൈസ് ഓഫ് സെക്കൻഡ് ടേബിൾ ഈസ് ഈക്വൽ ടു 11,000 റുപ്പീസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേബിളിൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടു, സെക്കൻഡ് ടേബിളിൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടു. ഇനി ടോട്ടൽ സെയിലിൻ്റെ കേസ് നോക്കാം. ടോട്ടൽ സെയിലിൽ, അതായത് ഈ രണ്ട് ടേബിളും കൂടി വിറ്റ അതാണ് ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് പ്രൈസ് ഓഫ് ഫസ്റ്റ് ടേബിൾ പ്ലസ് കോസ്റ്റ് പ്രൈസ് ഓഫ് സെക്കൻഡ് ടേബിൾ, ദാറ്റ് ഈസ് 9,000 പ്ലസ് 11,000, ദാറ്റ് ഈസ് 20,000 റുപ്പീസ്. ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് സെയിൽ പ്രൈസ് ഓഫ് ഫസ്റ്റ് ടേബിൾ പ്ലസ് സെയിൽ പ്രൈസ് ഓഫ് സെക്കൻഡ് ടേബിൾ, ദാറ്റ് ഈസ് 9,900 പ്ലസ് 9,900, ദാറ്റ് ഈസ് 19,800 റുപ്പീസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ സെല്ലിംഗ് പ്രൈസും കിട്ടി, ടോട്ടൽ കോസ്റ്റ് പ്രൈസും കിട്ടി. സോ ടോട്ടൽ സെയിലിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണോ എന്ന് നോക്കാം. അതിനു വേണ്ടി നമുക്ക് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് 20,000 റുപ്പീസും ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് 19,800 റുപ്പീസുമാണ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്താണ്? കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവാണ്. 19,800 20,000-നേക്കാളും ചെറുതാണല്ലോ. സോ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവാണ്. അതുകൊണ്ട് എന്താണ്? ഇതൊരു ലോസാണ്. ഈ സെയില് ഒരു ലോസാണ്. ഇനി നമുക്ക് ആ എമൗണ്ട് ഓഫ് ലോസ് കണ്ടുപിടിക്കാം. ലോസ് കാണാൻ ഇക്വേഷൻ ലോസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ആണ്. ദാറ്റ് ഈസ് 20,000 മൈനസ് 19,800, ദാറ്റ് ഈസ് 200 റുപ്പീസ്. അപ്പോൾ ഈ സെയിലിൽ ഒരു 200 റുപ്പീസിൻ്റെ ലോസാണ് വന്നിട്ടുള്ളത്. വാട്ട് പെർസെൻറ്റേജ് എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പെർസെൻറ്റേജ് ലോസ് കണ്ടുപിടിക്കണം. സോ പെർസെൻറ്റേജ് ലോസ് കാണാൻ ഇക്വേഷൻ അറിയാമല്ലോ. പെർസെൻറ്റേജ് ലോസ് ഈസ് ഈക്വൽ ടു ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ലോസ് എത്രയായിരുന്നു? 200 റുപ്പീസാണ്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? ടോട്ടൽ സെയിലിലെ 20,000 റുപ്പീസാണ്. സോ ദിസ് ബിക്കം 200/20,000 ഇൻറ്റു 100. ന്യൂമറേറ്ററിലുള്ള ഈ 2 സീറോയും ഡിനോമിനേറ്ററിലുള്ള ഈ 2 സീറോയും കൂടി ക്യാൻസൽ ചെയ്യാം. ഇവിടെ ന്യൂമറേറ്ററിലുള്ള ഈ 2 സീറോയും ഡിനോമിനേറ്ററിലുള്ള 2 സീറോയും കൂടി ക്യാൻസൽ ചെയ്യാം. 2/2 1 ആണ്. സോ ദ ആൻസർ ഈസ് 1%.